പ്രിയപ്പെട്ട രണ്ട് പേരാണ് നമ്മൾ. ജയൻ മാടനട ഒരുപാട് സീരിയലിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് കാണാൻ സാധിച്ചു. വർണ്ണിക ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയൊക്കെ ആയ മനോജ് ചേട്ടനും ഒക്കെ ഇവിടെ എന്തോ പ്ലാൻ, ഇവിടെ സുരേഷ് ഗോപി സ്പോൺസർ ചെയ്ത ബെൽമണിയെ കുറിച്ചൊക്കെ അവർ വളരെ ഏറെ ചർച്ച ചെയ്യുകയാണ്. കലാകാരന്മാരും അമ്പലപ്പാലം. നീ അടുത്ത പുതിയ പരിപാടിയൊക്കെ എന്തുവാണ്? എൻ്റെ എല്ലാ വർഷവും എൻ്റെ പരിപാടിയുണ്ട്, നാടൻപാട്ട്. ഏതാ ഡേറ്റ്? 30-ാം തീയതി. നാടൻപാട്ട് മാത്രമല്ലോ? നാടൻപാട്ട്. പിന്നെ അതുകൂടാതെ കന്നിമച്ചേരി വന്ന ഞങ്ങളുടെ പ്രഭാത വർഷമുണ്ട്, ഉച്ചയ്ക്ക് ഊണുണ്ട്, ശരിയുടെ വക, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ വർഷവും നമ്മളെ സീരിയലിൽ ഒരുപാട് കലാകാരനായ നമ്മളെ ഈ പിന്നെ അല്ല, എല്ലാ വർഷവും 2 ലക്ഷം ഞാൻ നടത്തുന്നത്. ഈ 2 ലക്ഷത്തി 3 ലക്ഷം പരിപാടി ഞാൻ ചെയ്യുന്നതാണ്. ചേട്ടൻ ചെയ്യുന്നതാണ്. കുറച്ച്. അപ്പോൾ ഈ കലാകാരൻ എല്ലാ വർഷവും വലിയ പരിപാടികൾ കൂടെ നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതങ്ങനെ ആയിരിക്കും. കലാകാരനോടൊപ്പം നിൽക്കുന്നു പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. വർണ്ണിക അമ്മയുടെ മുറ്റത്ത് നിന്ന് നമ്മളെ ക്യാമറയ്ക്ക് മുന്നിൽ നിങ്ങൾ തുറന്ന് പറയുകയാണെന്നുള്ളത് പറയുന്നത് അറിയാം ആണല്ലോ കേരളത്തെ. അതുകൊണ്ട് അതാണല്ലോ ക്യാമറ അടുത്തേക്ക് വന്നത്. എല്ലാം ഉണ്ട്. അല്ല, ജയൻ ചേട്ടൻ എല്ലാ വർഷവും ഒരുപാട് പരിപാടികൾ, ഗാനമേള പരിപാടിയൊക്കെ മാടനട ജംഗ്ഷനിൽ കാണും. ഈ പ്രാവശ്യം ഇയാൾ 2 വർഷം കൊണ്ട് ഇയാൾ അനങ്ങുന്നില്ല. അപ്പോൾ ഒരുപാട് ഇപ്പം ഇയാളെ ഒറ്റോണ്ടാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പം എന്താണ്, തിരക്കിലാണല്ലോ? എന്താണ് ഇപ്പം ഒരുപാട് ആട്ടക്കാർ കൂടെ നിൽക്കുന്നില്ല. തിരക്കിന്റെ അല്ല, കൂടെ നിൽക്കാത്തതൊന്നും അല്ല. ഇത് സാമ്പത്തികം. നമ്മൾ കഴിഞ്ഞ അങ്ങനെ കൊണ്ട് രഞ്ജു ചാലക്കുടിയുടെ കലാഭവമണിയുടെ ഡൂപ്പിനെ വെച്ചായിരുന്നു ഒരു മെഗാ ഷോ. അല്പം കടം വന്നപ്പം ഈ കൊല്ലം നമ്മൾ പരിപാടി വേണ്ട എന്നുള്ളൊരു ഉദ്ദേശം. അല്ലാതെ ആരും കൂടെ നിൽക്കാത്തൊന്നും അല്ല. അടുത്ത കൊല്ലം നമ്മൾ ഗംഭീര ഒരു തിരിച്ചുവരവ് നടത്തും. അതായത് നല്ല വലിയൊരു മെഗാ ഷോ, അമ്മയ്ക്ക് സദ്യ, അതുപോലെ തന്നെ കെട്ടുകാഴ്ച, വണ്ടിക്കുതിരയോ അതിൻ്റെ മേളം ഉൾപ്പെടെ അടുത്ത വർഷം എന്തായാലും ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ സീരിയലിൽ ഇപ്പോൾ ഏത് സീരിയലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മൗന രാഗേഷ്? അപ്പോൾ ഈ 2025 സാറ് ജയൻ മാടനട എത്ര സീരിയലിലേക്ക് വന്നു? 2025 ഇത് ഈ മൗനരാഗവും കനൽ പൂ സൂര്യ TV, പിന്നെ കന്യാദാനം നമ്മുടെ മുകേഷ് MLAയുടെ പ്രൊഡ്യൂസ് ചെയ്തു. ആദ്യത്തെ സീരിയൽ എന്ന് പറഞ്ഞാൽ രാത്രി മഴയായിരുന്നു സാറേ. ഫ്ലവേഴ്സ് ചാനലിലെ രാത്രി മഴ ഒരുപാട് പ്രേക്ഷകർക്ക്, കൊല്ലം അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരുപാട് സാറ് പ്രിയപ്പെട്ട ഒരുപാട് കഥാപാത്രമായിട്ട് വന്നായിരുന്നു. നല്ല ക്യാരക്ടറായിരുന്നു. ഒരുപാട് പിന്നെ ഇടയ്ക്ക് ബ്രേക്കിലൊക്കെ വന്ന് ഒരുപാട് ബ്രേക്ക് ആയിപ്പോയി. പിന്നെ എന്തുകൊണ്ടോ നമ്മുടെ സമയദോഷത്തിന്റെ ആണോ പിടിച്ച് കയറാൻ പറ്റുന്നില്ല. അവസരങ്ങൾ നമുക്ക് വരുന്നുണ്ട്, പക്ഷെ അത് ഇടയ്ക്ക് ഫ്ലോപ്പ് ആവുന്നു. എന്തായാലും വർണ്ണിക അമ്മയുടെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഈ നാട്ടുകാരനാണ്, സാറ് ഈ നാട്ടുകാരനാണ്, സായ്കുമാർ നാട്ടുകാരനാണ്. ഇതെല്ലാം ഈ കൊല്ലൂർ വിള വർണ്ണിക അമ്മയുടെ മുറ്റത്ത് 4 ചുറ്റും നിങ്ങൾ പടർന്നു കിടക്കുന്ന ബന്ധുക്കളാണ്. മനോജ് ചേട്ടൻ ആയിട്ടുമായിട്ടാണെന്ന് ഇവിടെ കൊല്ലൂറുള്ള ക്ഷേത്രത്തിൽ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെ മറ്റു ചില വീഡിയോകളിലൊക്കെ ഉണ്ട്. ഈ പരിപാടി മൊത്തവും നമ്മളെ സപ്പോർട്ടുണ്ട്. അവരെ കൂടെ ഇവിടെ ഉപദേശകൂടെ നമ്മളെല്ലാം ഉണ്ട്. ഉപദേശം നോക്കി കഴിഞ്ഞാൽ അറിയാം. ലോങ്ങിലൊക്കെ നോക്കിയാൽ നല്ല എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുടെ ഒരു ക്ഷേത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇവിടെ തുടക്കം കുറിക്കുന്നതന്നെ സുരേഷ് ഗോപി. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ എപ്പോഴും ഇവിടെ വന്ന് കിടന്നുറങ്ങാം. ബീച്ചിനെ പോലെ നല്ല സെറ്റപ്പ് ഒരു ക്ഷേത്രമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ ദൈവികം ഉണ്ടാവും, ഇല്ലാത്തവർക്കും. അപ്പോൾ കിടന്ന് ഉറക്കം വരുമെന്നാണ്, ഉറങ്ങിയേ പറ്റും. അപ്പോൾ എന്തായാലും ഇത്ര നേരം അന്നദാനം കൊടുത്ത് ഒരുവിധം തീർന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരുപക്ഷെ ഒരുപാട് പേര് തീരാറായി. ഇപ്പോൾ സമയം ഏതാണ്ട് 2:30 ആവാൻ പോകുന്നു തോന്നുന്നു. പ്രിയ ഭക്തജനങ്ങളെ അല്ലേ? അപ്പം അത് തീർച്ചയായിട്ടും നമുക്ക് ചേട്ടാ ഇതുവരെ നമ്മളോടൊപ്പം KM മീഡിയയോടൊപ്പം നിങ്ങൾ പങ്കുവെച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ക്യാമറമാൻ ബിനു കുമാറിനോടൊപ്പം KM മീഡിയയ്ക്ക് വേണ്ടി കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്.